ജീവന്റെ ജനിതം എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇതിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ മൊത്തം നമ്മുടെ DNA കുറിച്ചൊക്കെയാണ്. 2020 രസതന്ത്ര നോബലാ കേട്ടോ, കെമിസ്ട്രി നോബൽ പ്രൈസാ. അപ്പോ ഇമ്മാനുവൽ കാർപെൻറ്റർ പിന്നെ ജെന്നിഫർ എഡ്വഡ്ന എന്നിവരാണ് ഇത് പങ്കിട്ടത്. ഇതൊന്നും ഈ 2020 ഒന്നും ചോദിക്കത്തൊന്നുമില്ല കേട്ടോ, നമുക്ക് റിസൾട്ടേ വരത്തുള്ളൂ. 2023 ചോദിക്കും അല്ലേ? കഴിഞ്ഞ എക്സാമിനും കണ്ട് ചോദിച്ചായിരുന്നു. 2023 ചോദിച്ചിട്ടുണ്ട്. അതാ 2023 നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിലെ നോവൽ ആർക്കാ കിട്ടിയെന്നറിയാവോ? കാറ്റലിൻ കാരിക്കോ പിന്നെ ഡ്രൂ വീസ്മാൻ എന്ന് പറയുന്ന രണ്ടുപേരാ. എന്തിനാന്നറിയോ കിട്ടിയത്? 2023 കേട്ടോ, mRNA ഡെവലപ്മെന്റ് ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷൻ അവര് കണ്ടുപിടിച്ചത്. അതായത് ഒരു mRNAയുടെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന മോഡിഫിക്കേഷൻസ് കേട്ടോ. ഓക്കെ, പിന്നെ 2024 അറിയാവോ? ആംബ്രോസിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? ആംബ്രോസ് ആരായിരുന്നു പറഞ്ഞേ? കറക്റ്റാ കേട്ടോ, വിക്ടർ ആംബ്രോസും ഗാരി റൗത്തിനും. അതെ. അപ്പൊ 2023 കൂടെ നോക്കി വെക്കണം കേട്ടോ. 2023 ഇപ്പം 2 പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. അപ്പോ നമ്മളെ ഇവര് DNA ജീനുകളില് മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയ കേട്ടോ, ആ സാങ്കേതിക വിദ്യയുടെ പേരാണ് ക്രിസ്പാർ ടെക്നോളജി. ക്രിസ്പാർ കാസ്നെ പറഞ്ഞാല് ഒരു മോളിക്കുലാർ സിസർ ആണ്. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്, മുറിക്കാൻ വേണ്ടിയിട്ട് ജനിതക കത്രിക എന്ന് പറയും ഈ ക്രിസ്പാർ കാസ്നേനെ. അപ്പൊ ഇത് വെച്ചിട്ട് എന്തോ മുറിക്കുന്നതെന്ന് ചോദിച്ചാല്, നമ്മുടെ DNA അറിയാലോ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഈ വള്ളി വള്ളി വള്ളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ? അപ്പൊ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോറ്റൈഡ് ബേസുകൾ വെച്ചിട്ടാ കേട്ടോ. ന്യൂക്ലിയോറ്റൈഡ് ബേസുകൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? നമ്മുടെ DNA വരുന്ന ന്യൂക്ലിക് ആസിഡ് ഏതൊക്കെയാണെന്ന് അറിയാവോ? അഡിനിൻ, ഗ്വാനിൻ, അതെ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ DNA ബേസുകൾ കേട്ടോ. DNA ബേസുകളാണ്. പക്ഷെ RNA DNA എന്ന് പറയുമ്പോൾ നമ്മള് ഹയർ ഓർഗാനിസംസ് അല്ലേ, ന്യൂക്ലിയസ് വ്യക്തമായിട്ടുള്ള ഓർഗാനിസംസ് ആയ യുക്കാരിയോട്സ് അറിയാലോ. യുക്കാരിയോട്സ് എന്താണെന്ന് അറിയാവോ? വ്യക്തമായ അതായത് പറഞ്ഞോളൂ. മെംബ്രെയിൻ ബൗണ്ടഡ് അതെ, മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലയാണ്. അത് ഓർഗനല്ല അല്ല, ന്യൂക്ലിയസ്. മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് ഉള്ളതാണ് യുക്കാരിയോട്സ്. നമ്മളെല്ലാം യുക്കാരിയോട്സ്. ഹയർ ഓർഗാനിസംസ് മൊത്തം മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, പിന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ അമീബയൊക്കെ യുക്കാരിയോട്ട് തന്നെ. കാരണം ന്യൂക്ലിയസിന് ഒരു ബൗണ്ടറി ഉണ്ട്, വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചില ബാക്ടീരിയകളില് ഈ വ്യക്തമായിട്ട് നമുക്ക് ന്യൂക്ലിയർ മെമ്പറൈൻ കാണാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഈ ബാക്ടീരിയകളില് അവരുടെ ജനിതക മെറ്റീരിയല് അവിടെ ചുമ്മാ ഇങ്ങനെ ഈ മുട്ടയുടെ മഞ്ഞക്കരി പൊട്ടിയ പോലെ ഇങ്ങനെ പടർന്നു കിടക്കുമായിരിക്കും. അതിനെന്തോ വിളിക്കുന്നതെന്നറിയാവോ? പ്രൊക്കാരിയോട്ട്. ആ ജന്തുക്കള് പ്രൊക്കാരിയോട്ടാ. പക്ഷെ ആ ന്യൂക്ലിയസ് ആയിട്ട് കോശമർമ്മം ഉണ്ടാവേണ്ട സ്ഥാനത്ത്, ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവേണ്ട സ്ഥാനത്ത് അവിടെ ചുമ്മാ ഇങ്ങനെ കുറെ മെറ്റീരിയൽ എന്തൊക്കെയോ വെറുതെ കിടക്കുക. ആ ഒരു ഭാഗത്ത് നമ്മൾ എന്തോ ന്യൂക്ലിയസ് എന്നാണ് മറ്റേത് പറഞ്ഞത് അല്ലേ, മെംബ്രെയിൻ ഉള്ളതിന് പറയുന്നത് ന്യൂക്ലിയസ് എന്നാ. പക്ഷെ ഈ ന്യൂക്ലിയസ് ഇല്ല, പക്ഷെ ജനിതക മെറ്റീരിയൽ ഉണ്ട്. ജനിതക ഘടന അവിടെ കിടപ്പുണ്ട്, സാധനം വെറുതെ കിടക്കുക. അതിന് നമ്മൾ പറയുന്നത് ന്യൂക്ലിയോയിഡ് എന്നാ കേട്ടോ. ന്യൂക്ലിയോയിഡ് മറക്കല്ലേ. വ്യക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയായിരുന്നു. ശരി. അപ്പോ ഈ DNA ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇതില് ഒരു പഞ്ചസാരയുണ്ട്. ആ പഞ്ചസാരയുടെ പേരാണ് ഡിയോക്സി റൈബോസ് കേട്ടോ. ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. അതേസമയം RNA-ക്കകത്തുള്ള വ്യത്യാസം എന്തുവാ? റൈബോസ് ഷുഗർ ആണ്. അതാണ് അതിൽ വരുന്ന മെയിൻ വ്യത്യാസം. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഈ RNA എവിടെ കാണത്തുള്ളൂ കൂടുതലായിട്ടും? കൂടുതൽ വൈറസിലാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ വൈറസിലാ. ചില ബാക്ടീരിയയിലും ഉണ്ട്, വൈറസിലാണ് മെയിൻ ആയിട്ട് RNA. അപ്പൊ ഈ RNA ഉള്ള വൈറസുകൾക്ക് ജീവനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
ഇല്ല, അത് ഏതെങ്കിലും ഒരു ഹോസ്റ്റിൽ പ്രവേശിച്ചിട്ടാണ്. അതെ, ഹോസ്റ്റ് പ്രവേശിക്കുമ്പോൾ ഈ DNA ഈ റെപ്ലിക്കേഷൻ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്തിനാണത്? പ്രോട്ടീൻ നിർമ്മിക്കാനും പിന്നെ എന്തുവാ പുതിയ കോശങ്ങൾക്ക് രൂപം കൊടുക്കാനും ഒക്കെ ആയിട്ടാ. അപ്പോ നമ്മുടെ മെക്കാനിസം ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശത്തിന്റെ ആ ഒരു കഴിവ് വൈറസ് അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങും. എന്നിട്ട് എന്തോ ചെയ്യുന്നറിയാം, ഈ RNA കോപ്പികൾ ഇഷ്ടം പോലെ കോപ്പി ചെയ്ത് ഇറക്കാൻ തുടങ്ങും. നമ്മുടെ സെല്ലിന് ഇത് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് റെപ്ലിക്കേഷൻ പ്രക്രിയ വഴി ഈ RNA ഇഷ്ടം പോലെ ഉണ്ടാക്കി ഇറക്കും. അതായത് വൈറസുകളുടെ പണി. അപ്പൊ ഹോസ്റ്റില് ഒരു എന്താണ് എന്തെങ്കിലും ഒരു ജീവനുള്ള വസ്തുവിൽ ഇത് കയറുമ്പോഴേ, ഈ വൈറസുകൾ കയറുമ്പോഴേ ഇത് ജീവനുള്ള പോലെ കാണിക്കത്തുള്ളൂ. അതുവരെ ഇത് ജീവനില്ലാത്ത കണക്കെയായിരിക്കുന്നത്. അപ്പൊ ഈ വൈറസിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ നമ്മുടെ സയൻസ് ലോകത്തില്. അപ്പോ DNA എവിടാണ് കാണുന്നത് കൂട്ടുകാരെ? ന്യൂക്ലിയസിനകത്ത് നമ്മുടെ ക്രോമാറ്റിൻ റെട്ടിക്യുലം. അതെ, കോശമർമ്മത്തിനകത്താണ് അല്ലെ, ന്യൂക്ലിയസിനകത്താണ് ഈ DNA കാണുന്നത്. ഈ DNA ഉണ്ടല്ലോ വളരെ ചെറിയ ഇങ്ങനെ ഫൈബർ കണക്ക് ഇങ്ങനെ ചുറ്റി കോമ്പാക്റ്റ് ആയിട്ട് വെച്ചേക്കുന്ന ആ ഷേപ്പ് കണ്ടോ? എക്സ് കണക്ക് ഒരു ഷേപ്പ് കണ്ടോ? അതിനാണ് നമ്മൾ ക്രോമസോം എന്ന് വിളിക്കുന്നത് കേട്ടോ, ക്രോമസോം. ഈ സത്യം പറഞ്ഞാല് ഈ DNA ഉണ്ടല്ലോ അവിടെ പ്രോട്ടീനുകളുണ്ട്. പ്രോട്ടീനിനെ ചുറ്റിയാ ഇത് ഇരിക്കുന്നത് സത്യത്തില്. പക്ഷെ അത് നമുക്ക് ഈ ക്രോമസോം എക്സ് ഷേപ്പ് ഇരിക്കുന്ന ക്രോമസോം ഒത്തിരിയും സൂം ചെയ്ത് നോക്കിയാലേ അത് കാണത്തുള്ളൂ. ബീഡഡ് നെക്ലേസ് ലൈക്ക് അപ്പിയറൻസ് ആ ശരിക്കും. അതായത് മുത്തുമാല കോർത്ത പോലെയാ. അതിങ്ങനെ ചുറ്റി വെച്ചിട്ടാണ് ഈ എക്സ് കണക്ക് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഒരു പ്രോട്ടീനെ ചുറ്റിയാണ് ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ DNA ചുറ്റി ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ DNA ഘടന ആദ്യമായിട്ട് ഒരു മാതൃക അവതരിപ്പിച്ചത് ആരാണ്? അറിയാവോ? ക്രിക്ക് വാട്സൺ ആണ്. അതെ, വാട്സനും ക്രിക്കും രണ്ടുപേരാ കേട്ടോ. ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും. അപ്പൊ ഇവര് നിർമ്മിച്ച മോഡൽ എന്ന് പറഞ്ഞാൽ ചുറ്റുകോവണി മാതൃകയാണ്. അതാ നമ്മളിപ്പം കാണുന്ന DNA ആ ചുറ്റി പോകുന്നത്. അപ്പൊ അതിന് ഡബിൾ ഹെലിക്സ് മോഡൽ എന്ന് പറയും കേട്ടോ. ഡബിൾ ഹെലിക്സ് മോഡൽ അല്ലെങ്കിൽ ചുറ്റുകോവണി മാതൃക. സത്യത്തില് ഇവരെക്കാളും മുന്നേ കണ്ടുപിടിച്ചത് ഒരു വനിതയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. അവരുടെ പേരാണ് റോസലിൻ ഫ്രാങ്ക്ലിൻ. അവര് എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തിയിട്ടാണ് ഒരു DNA ഇമേജ്, അതിന്റെ ഒരു ഘടന അവര് കണ്ടുപിടിച്ചു. പക്ഷെ അവർക്കത് വിശദീകരിക്കാനൊന്നും ആയില്ല. അവര് മരിച്ചുപോയി കേട്ടോ, നേരത്തെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. അവരുടെ കണ്ടെത്തലിൽ നിന്നുള്ള വിവരം വെച്ചിട്ടാണ് ആര് ഇത് ഫോർമുലേറ്റ് ചെയ്തത്, ഈ ഒരു ഘടന ഫോർമുലേറ്റ് ചെയ്തത്? നമ്മുടെ വാട്സനും ക്രിക്കും. അങ്ങനെ അവർക്ക് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തു. ഓക്കെ, ഹലോ, കേക്കാം. ഓക്കെ. അപ്പൊ മോറിസ് വിൽക്കിൻസ് എന്ന് പറയുന്ന ആൾക്കും കിട്ടിയായിരുന്നു. അത് പുള്ളി എനിക്ക് തോന്നുന്നു റോസലിൻ ഫ്രാങ്ക്ലിന്റെ സഹായിയായിരുന്നു. ഓക്കെ, അപ്പൊ അവർക്കും കൂടെ കിട്ടേണ്ടായിരുന്നു റോസലിന്റെ, പക്ഷെ അവര് മരിച്ചു പോയോണ്ടാ. അപ്പൊ നമുക്ക് DNA കിടക്കാം. അപ്പൊ DNA എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത്? പഞ്ചസാരയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, പഞ്ചസാരയുണ്ട്, പിന്നെന്താണ്, ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെ നൈട്രജൻ ബേസുകളാണ് കേട്ടോ. ആ നൈട്രജൻ ബേസുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. DNA നൈട്രജൻ ബേസുകളാണ് ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ 4 ബേസിന്റെ പേര് വെച്ചിട്ടാണ് നമ്മുടെ DNA മൊത്തം എല്ലാ ഓർഗാനിസത്തിന്റെയും, ജീവനുള്ള എല്ലാ ഓർഗാനിസത്തിന്റെയും ഉണ്ടാക്കിയേക്കുന്നത്. അതിന്റെ കോമ്പിനേഷൻസാ. അപ്പോ നമ്മുടെ RNA-യുമായിട്ട് ഇതിൽ വരുന്ന വ്യത്യാസം എന്താണെന്നറിയോ? RNA-യില് തൈമിന് പകരം മറ്റൊരു ബേസാ ഉള്ളത്. ഏതാണെന്നറിയാവോ?
യുറാസിൽ. യുറാസിലാ വരുന്നത്. അപ്പൊ നമുക്ക് ATGC എന്ന് വരും. A TU ആയിട്ടേ ചേരത്തുള്ളൂ, G CU ആയിട്ടേ ചേരത്തുള്ളൂ, വേറെ ഒന്നുമായിട്ടും ഇല്ല കേട്ടോ. A TU ആയിട്ടും G CU ആയിട്ടേ ചേരത്തുള്ളൂ. അതേപോലെ RNA-യില് Tക്ക് വരെ U വരുമ്പോ എങ്ങനെയാണ്? AUGC എന്നാ കേട്ടോ. AU ആയിട്ടേ ചേരത്തുള്ളൂ, യുറാസിലുമായിട്ടേ അഡിനിൻ ചേരത്തുള്ളൂ. അതുപോലെ ഗ്വാനിനുമായിട്ടേ സൈറ്റോസിൻ ചേരത്തുള്ളൂ, AUGC RNA-യുടെ കാര്യത്തില്. അപ്പൊ നമ്മൾ ഈ ചുറ്റുകോവണിയുടെ പടികളായിട്ട് നമ്മൾ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ പടികളായിട്ട് കാണുന്ന ഭാഗങ്ങളാണ് ഈ നൈട്രജൻ ബേസുകൾ. കണ്ടോ, ഇവിടെ നമ്മുടെ ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? G CU ആയിട്ട് ചേർന്നിരിക്കുന്നു, A TU ആയിട്ട് ചേർന്നിരിക്കുന്നു, പിന്നെ ഇപ്പുറത്തെ സൈഡിലായെന്നേ ഉള്ളൂ CA, അതും G തന്നെ. G CU ആയിട്ട് ചേർന്നിരിക്കുന്നു, A TU ആയിട്ട് ചേർന്നിരിക്കുന്നു. ഓക്കെ, അപ്പോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ശരി. അപ്പോ നമ്മുടെ ന്യൂക്ലിയോറ്റൈഡ്, DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോറ്റൈഡ്. അപ്പൊ ഓരോ ന്യൂക്ലിയോറ്റൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ്, അത്രയുമാണ് ഉള്ളത്. ഈ ഒരു ഭാഗം, ഇത്രയും ഒരു ഭാഗം. പിന്നെന്താ ഉള്ളത്? ഫോസ്ഫേറ്റ്. ന്യൂക്ലിയോറ്റൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകൾ, ആ ബോണ്ട് രൂപീകരിക്കാൻ സഹായിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഫോസ്ഫേറ്റ്. അതേപോലെ തന്നെ നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ എന്തുവാ? ആൽക്കലിയാ ബേസ് അല്ലെ? നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള കോമ്പൗണ്ടാണ് നൈട്രജൻ ബേസ്. നമ്മൾ ഈ പറഞ്ഞ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇപ്പൊ ഡിയോക്സി റൈബോക്സ് 5 കാർബൺ ആണ് കേട്ടോ. 5 കാർബൺ ഉള്ള പഞ്ചസാരയാ. നമ്മുടെ ഗ്ലൂക്കോസോ എത്ര കാർബൺ ഉള്ള പഞ്ചസാരയാ? 6. ഓക്കെ, കറക്റ്റ്. അപ്പോ ഓരോ ക്രോമസോമും, ആ X കണക്ക് നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഓരോ ക്രോമസോമിലും DNA-ക്ക് ഏകദേശം 2 ഇഞ്ച് കേട്ടോ, 5 സെന്റിമീറ്ററോളം നീളമുണ്ട്. ചുറ്റി വെച്ചേക്കുന്നയാ. നമ്മുടെ മനുഷ്യകോശത്തിൽ 46 ക്രോമസോം ഉണ്ട്. അപ്പൊ 46-ല് നമുക്കറിയാം എത്ര എണ്ണമാ നമ്മുടെ ശരീരത്തിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ക്രോമസോം എത്ര എണ്ണമാണ്? എത്ര എണ്ണമാണ് കൂട്ടുകാരെ? 44. എന്തോ കേട്ടില്ല. ഒന്നുകൂടെ പറയാവോ അനൂപ്? 44 ആണോ? അതെ, 44 സൊമാറ്റിക് ക്രോമസോം എന്ന് പറയും. സൊമാറ്റിക് ക്രോമസോം നമ്മുടെ ശരീരം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, എങ്ങനെ നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ രൂപം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ക്രോമസോമുകളാണ്. അതേസമയം 2 46 ക്രോമസോം വേണം നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് കാണണമെങ്കിൽ. 46 ക്രോമസോമാണ്. അപ്പൊ ബാക്കി 2 ക്രോമസോം എന്തൊക്കെയാണ്? മെയിലും ഫീമെയിലും. അതെ, സെക്സ് ക്രോമസോമ. അപ്പൊ ഏതൊക്കെയാ വരുന്നത്? എക്സും വൈയും വരുന്നത്. 2X വരുന്നത് ഫീമെയില്, എക്സും വൈയും വന്നാലും മെയില് അല്ലെ? അത്രയും ഓക്കെ ആയല്ലോ. നമുക്ക് ഈ ക്രോമസോമിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ കുറിച്ചുള്ള കുറെ അസുഖങ്ങളുണ്ട് കുറച്ച്. ഏതൊക്കെയാണെന്ന് അറിയോ? ഡൗൺ സിൻഡ്രോം കേട്ടില്ലേ? ഡൗൺ സിൻഡ്രോം എന്തോ പറഞ്ഞു. ടർണർ സിൻഡ്രോം ഒക്കെ അല്ലേ? ടേർണർ സിൻഡ്രോം ഉണ്ട്. ഈ ടേർണർ സിൻഡ്രോമിന്റെ എങ്ങനെയാണ് അതിനകത്ത് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാന്ന് പറയാമോ? അല്ല, XX0 അല്ല, ഒരു X ക്രോമസോം ഉണ്ട്, ഒരെണ്ണം ഇല്ല. X0 ഓക്കെ. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ 21ാമത്തെ ഓട്ടോസോമിന്റെ ഒരു കോപ്പിയും കൂടെ വരുന്നതാ കേട്ടോ, ഡൗൺ സിൻഡ്രോം. പിന്നെ ക്ലൈൻഫിൽറ്റർ സിൻഡ്രോം ഉണ്ട്, അതറിയോ? XXY ആണോ? അത് XXY. അപ്പം അതില് മെയിൽ ക്രോമസോം ആയ വൈയും ഉണ്ട്, 2X ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ അവര് എന്തുവാണ്, അവരുടെ ബോഡി സ്റ്റെറൈലായിരിക്കും. അവർക്ക് ഒരു പുനരുൽപാദന കഴിവ് അവർക്ക് കാണത്തില്ല. അത് പ്രകൃതി തന്നെ അത് അങ്ങനെ ഉള്ള ആൾക്കാരുടെ അത് തടഞ്ഞു വെച്ചേക്കുന്നതാ. കാരണം
ഈ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ള കുട്ടികളൊക്കെ 10-13 വയസ്സ് വരെയൊക്കെ കാണത്തുള്ളായിരുന്നു. കാരണം പ്രകൃതി തന്നെ അത് തീരുമാനിച്ചു വെച്ചേക്കുന്ന അങ്ങനെയുള്ളവര് ഫിറ്റ് അല്ല. നമുക്ക് ഇവല്യൂഷൻ അറിയത്തില്ലേ, നമ്മുടെ ഡാർവിന്റെ തിയറി, ഫിറ്റായിട്ടുള്ളവരെ Yeah. സർവൈവ് അറിയാം. ചെയ്യത്തുള്ളെന്ന. പക്ഷെ ഇപ്പൊ നമ്മുടെ മെഡിക്കൽ സയൻസ് അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് ഇപ്പൊ എല്ലാം അങ്ങനെ ഉള്ളത് കേട്ടോ. ഇപ്പൊ നല്ല പ്രായം വരെയൊക്കെ ഓരോരുത്തർ ഉണ്ട്. പണ്ടൊക്കെ പക്ഷെ പെട്ടെന്ന് മരിച്ചു പോകും ഈ അസുഖമൊക്കെ. പിന്നെ നമ്മുടെ XSY അല്ലെ, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. ഓക്കെ, അത് നമ്മൾ ക്രോമസോമിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇതിന് ഈ ചാപ്റ്ററിൽ തന്നെ ഉണ്ട് കേട്ടോ, അസുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, ഒരാളും കൂടെ വരുന്നു. ഓക്കെ, അപ്പൊ ഓരോ കോശത്തിലും DNA കൂട്ടി യോജിപ്പിച്ചാൽ അത് 67 ബില്യൺ മൈൽ വരും കേട്ടോ. 67 ബില്യൺ, ഒരു മനുഷ്യന്റെ കാര്യമാണ്. അപ്പം ഇത് ഭൂമിയിലെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. ഓ, എന്തോ നീളം അല്ലയോ. അപ്പോ എങ്ങനെ ഇത്രയും നീളമുള്ള DNA നമ്മുടെ കോശത്തിനകത്ത്, ഈ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇത് മുമ്പേ പറഞ്ഞ കാര്യമാണ് കണ്ടോ. ഇതായിരുന്നു മുമ്പേ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രോട്ടീനെ ചുറ്റി 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 വെച്ചേക്കുക. എന്നിട്ട് ചുരുളുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചാണ് ഈ X രൂപത്തിലോട്ടാക്കുന്നത്. കണ്ടോ ഈ പ്രോട്ടീൻ കണ്ടോ. അപ്പോ ഹിസ്റ്റോണുകൾ എന്നാണ് ഈ പ്രോട്ടീന് പറയുന്നത് കേട്ടോ. ഹിസ്റ്റോണുകൾ 8 ഹിസ്റ്റോൺ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ഒക്ടാമർ. ഒക്ടയുടെ അർത്ഥം 8 എന്നാണല്ലോ. അപ്പോ 8 ഹിസ്റ്റോൺ ചേർന്നിട്ടാണ് ഒക്ടാമർ രൂപപ്പെടുന്നത്. ഒക്ടാമർ, ഈ ഒക്ടാമറിനെ നമ്മുടെ DNA ഇഴകള് ചുറ്റി 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 വെച്ചിട്ടാണ്, കണ്ടോ ഒരു മുത്തുമാല കണക്കെ ഉണ്ടല്ലോ. കണ്ടോ ഇവിടെ ഒരു മുത്ത്, ഇതതിന്റെ മാലയുടെ ഇത്, പിന്നെ ഇവിടെ ഒരു മുത്ത്, പിന്നെയും ചരട്, പിന്നെ ഒരു മുത്ത്, അങ്ങനെ പോയേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വലയം ചെയ്ത് ആ വലയം ചെയ്യുന്ന ഘടനയ്ക്ക് പറയുന്നതാണ് എന്ത്? ന്യൂക്ലിയോസോം കേട്ടോ. ഈ ഒരു മുത്തിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്, ചരട് പോലെ ചുറ്റിയിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന ആ ഘടനയ്ക്ക് പറയുന്നതാണ് ന്യൂക്ലിയോസോം. അപ്പൊ നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകൾ കണക്കെ ഇങ്ങനെ ഈ ശൃംഖല ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഈ X കണക്കെയുള്ള ഷേപ്പ് ആക്കി എടുക്കുന്നത്. ഏത് ഈ X ഷേപ്പ് എന്തുവായിരുന്നു? ഹലോ, ക്രോമസോം. അതെ, നമ്മുടെ ക്രോമസോം. ഓക്കെ, അപ്പോ ഈ ക്രോമസോമിന്റെ സെൻട്രൽ ഭാഗം കേട്ടോ, സെൻട്രൽ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നതാണ് സെൻട്രോമിയർ എന്ന് വിളിക്കും. പിന്നെ അതിന്റെ ആ പാദങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ ക്രൊമാറ്റിഡ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ, ക്രൊമാറ്റിഡ്. അപ്പൊ ഓരോ സ്പീഷീസിലും കേട്ടോ, നമ്മൾ ഏത് സ്പീഷീസാ? ഹോമോസാപ്പിയൻസ്. അപ്പൊ ഹോമോസാപ്പിയൻസില് 46 ക്രോമസോംസ് ആണുള്ളത്. നമ്മുടെ ഹോമോസാപ്പിയൻസുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആരാണെന്നറിയാവോ? അതെ, ചിമ്പാൻസികളാ. പക്ഷേ അവർക്ക് എത്ര ക്രോമസോം ഉണ്ടെന്നറിയാവോ? ചിമ്പാൻസികൾക്ക് അറിയില്ല. 48 ക്രോമസോം ഉണ്ട് ചിമ്പാൻസിക്ക് കേട്ടോ. 48 ക്രോമസോമാ. അപ്പോ ചെറിയ ഡിഫറൻസേ ഉള്ളൂ കണ്ടോ. ആ 2 ക്രോമസോമിൽ വന്ന ഡിഫറൻസ് ആ കുരങ്ങന്മാരായിട്ട് നമ്മളായിട്ട് ഇരിക്കുന്നതിൽ ആ രൂപവും ചിന്താശേഷിയും ഒക്കെ. അപ്പോ നമ്മുടെ ഈ 46 ക്രോമസോമില് 22 പേര്, അതായത് 44 എണ്ണം മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, സൊമാറ്റിക് ക്രോമസോം. ബാക്കി 2 എണ്ണം അത് XYയോ XXോ ആവാം. അതാണ് എന്ത്? നമ്മുടെ സെക്സ് ക്രോമസോംസ്. വൈ ക്രോമസോമിലെ SRY എന്ന് പറയുന്ന ജീൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചോദിച്ചെന്ന് വരാം. വൈ ക്രോമസോമിലെ SRY ജീനാണ് ഏത്? ഈ മെയിൽ ഓർഗൻസ് ആയ വൃക്ഷണങ്ങളുടെ ടെസ്റ്റിസിന്റെ വികാസത്തിന് കാരണമാവുന്നത്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തോണ്ടാ നമ്മുടെ ടേർണർ സിൻഡ്രോം വന്നത്. X0 എന്ന് വന്നില്ലേ? ഓക്കെ, അപ്പോ വേണ്ട, നമ്മൾ പറഞ്ഞല്ലോ ഈ 22 പേര്, ഇതിൽ ഈ 21ാമത്തെ ജോഡി ഉണ്ടോ? ഈ 21ാമത്തെ ജോഡിയുടെ ഒരു കോപ്പിയും കൂടെ അവിടെ വരുന്നതുകൊണ്ടാണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം വരുന്നത്. ഇനി നമുക്ക് ഈ XYയും XXും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഇതിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ?
സൈസ് തമ്മില് ഡിഫറൻസ് ഉണ്ട് അതെ, X, വൈ Y. ക്രോമസോം വളരെ ചെറുതാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ പഠനം പറയുന്നെന്ന് വെച്ചാല് ഈ വൈ ക്രോമസോം ഓരോ ജനറേഷൻ മനുഷ്യരുടെ കഴിയും തോറും ഇത് സൈസ് കുറഞ്ഞു കുറഞ്ഞു വരിക, അവസാനം ഈ വൈ ഇല്ലാതാവും, അങ്ങനെ ആണുങ്ങൾ തന്നെ ഇല്ലാതാവും എന്നൊക്കെയാ പറയുന്നത്. നമുക്കത് അറിയത്തില്ല, അത് ഇനി ഒത്തിരി ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളേ. അതെങ്ങനെ അതിന്റെ സൈസ് കുറയണത്? മ്യൂട്ടേഷൻ വഴിയാണോ? മ്യൂട്ടേഷന് അതെങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല, അവരും കണ്ടുപിടിക്കാൻ നോക്കുന്നതേ ഉള്ളൂ. ആണുങ്ങളുടെ ആവശ്യം വരത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ചില നമ്മുടെ ചെടികളുടെ പാർത്തനോകാർപ്പി എന്ന് പറയുന്ന സംഭവം അറിയാം. പാർത്തനോകാർപ്പി എന്ന് വെച്ചാല് അതെ, ഈ ഫ്രൂട്ട്സ് ഉണ്ടാവാത്ത അവസ്ഥ. ഫ്രൂട്ട്സ് ഉണ്ടാവും, പക്ഷെ മെയിൽ വേണ്ട, ഗ്യാമേറ്റ് വേണ്ട, തന്നെ ഉണ്ടാവും, വിത്തുകൾ ഉണ്ടാവും. അതായത് ആ ഒരു ചെടി മാത്രം മതി, ഫീമെയിൽ ഇത് മാത്രം മതി. ആ ഒരു സംഭവം പോലെ ആവും എന്നൊക്കെയാ പറയുന്നത് സയന്റിസ്റ്റുകൾ. പിന്നെ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ചുമ്മാ കയറി നോക്കിയാൽ മതി കേട്ടോ, വൈ ക്രോമസോം ചെറുതാവുന്ന കാര്യം. നോക്കാം. ഓക്കെ, അപ്പോ ഇതൊന്നുമില്ല, നമ്മുടെ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, 44+XX 44+XY. അപ്പൊ ജനിതകഘടന എന്ന് പറയാമോ? സ്ത്രീയുടെ ജനിതകഘടന 44+XX. അതെ. പുരുഷന്റെയോ? 44+XY. ആകെ ക്രോമസോം രണ്ടു പേർക്കും 46. ഇതൊന്നുമില്ല കേട്ടോ, നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ. സ്വരൂപ ക്രോമസോം, സൊമാറ്റിക് ക്രോമസോം എത്ര? 22 പേര്. ലിംഗനിർണയ ക്രോമസോം ആണെങ്കിൽ 1 പേര്, അത്രയേ ഉള്ളൂ. അപ്പൊ വേണ്ട, നമ്മളിപ്പോ പറഞ്ഞു വന്ന അസുഖങ്ങളുടെ കാര്യം തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമലായിട്ട് വരണമെങ്കിൽ 44+XX അല്ലെങ്കിൽ XY എന്ന് വരണം. പക്ഷെ ഇതുണ്ടോ, വ്യത്യസ്തമായ ജനിതക ഘടന 44+XO ഒന്നുമില്ല അവിടെ ഒരെണ്ണത്തിന് പകരം. അപ്പൊ അത് ടെർണർ സിൻഡ്രോം. പിന്നെ ട്രിപ്ലക്സ് സിൻഡ്രോം കേട്ടോ, സ്ത്രീകൾ തന്നെ ട്രിപ്ലക്സ്. പിന്നെ 44+XXY, അത് ക്ലൈൻഫെൽട്ടർ, അത് നമ്മളിപ്പോ പറഞ്ഞായിരുന്നു അല്ലേ, 2 Xഉം 1 Yയും വരുന്നത്. പിന്നെ എന്താണ് 44+XYY, അപ്പൊ ഒരു ക്രോമസോമും 2 വൈ ക്രോമസോമും ഉള്ള പുരുഷന്മാര്, ഇത് XYY സിൻഡ്രോം എന്ന് പറയും. ടെർണർ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് സ്ത്രീ ലൈംഗികാവയവങ്ങൾ ഉണ്ടാവാം, പക്ഷേ അവരില് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ അല്ലേ, അവർക്ക് പുനരുൽപാദനം ഒന്നും പറ്റത്തില്ല, സാധ്യമല്ല അത്. അതുകൊണ്ട് അവർക്ക് സെക്കൻഡറി ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല, പീരീഡ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം അതുള്ള പുരുഷന്മാർക്കാണെങ്കിലോ അവയവങ്ങൾ കാണും, പക്ഷെ സ്ത്രീലിംഗ ലക്ഷണവും കാണിക്കും. ഓക്കെ, സ്ത്രീകളെ പോലെ പെരുമാറും. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ മെയിൽ ഗ്യാമേറ്റുകൾ, മെയിൽ ഓർഗൻസ്, മെയിൽ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ആവാൻ കാരണമായ ജീനുകൾ ഏതാണ്? മറന്നുപോയോ? SRY. സോറി എന്നങ്ങ് ഓർത്താ മതി, SRY. അപ്പോ അടുത്ത നമുക്ക് പറയാനുള്ള ജീനുകളെ കുറിച്ചാണ് കേട്ടോ. ജീന് എന്താണ്? ജീന് ചുമ്മാ ഒന്ന് പറയാമോ? സ്വഭാവങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അതെ, നമ്മുടെ സ്വഭാവങ്ങൾ രൂപീകരിക്കുന്ന DNA ഒരു ഭാഗമാണ്, ഒരു സെഗ്മെന്റ് ആണ് എന്ത്, ജീൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീന് അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് വന്ന പകുതി ജീനുകളാ. ന്യൂക്ലിയോടൈഡ് ബേസ് വെച്ചിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഘടനയാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീന് നമ്മളിങ്ങനെ പറയും അല്ലേ, അവന്റെ അച്ഛന്റെ സ്വഭാവ, അമ്മയുടെ കണ്ണ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വരുന്നതാ? അപ്പം ഹലോ, ജീനുകൾ വഴി കൈമാറ്റം ചെയ്ത് വരുന്നതാ നമുക്ക്. അപ്പൊ നമ്മുടെ എത്രയോ പൂർവികന്മാര് മുന്നേ ഉള്ള അവരുടെയൊക്കെ സ്വഭാവമൊക്കെ നമുക്ക് ഇങ്ങനെ കൈമാറി വരും. അതേപോലെ തന്നെ കേട്ടോ നമ്മുടെ അസുഖങ്ങൾ വരുന്നതും. ഇപ്പോ അച്ഛന്റെ പക്കൽ നിന്നും അമ്മയുടെ പക്കൽ നിന്നും ഈ അസുഖത്തിന്റെ തന്നെ ജീനുകൾ വന്നു കഴിഞ്ഞാല് നമ്മൾ പക്ക അസുഖക്കാരായിട്ട് മാറും. 2 കോപ്പി വേണം എക്സ്പ്രസ് ആവണമെങ്കിൽ. ഓക്കെ, അതാ ഈ പാരമ്പര്യം പറയുമല്ലോ, നമ്മൾ ഈ ഷുഗറും പ്രഷറും അങ്ങനത്തെ ഒക്കെ പറയുമല്ലോ, കഷണ്ടി. അത് പക്ഷേ വൈ ബേസ്ഡ് കേട്ടോ, വൈ ക്രോമസോം ബേസ്ഡ് ഇതാണ് കഷണ്ടി ഒക്കെ, മെയിൽസിന് മാത്രമേ വരത്തുള്ളൂ. അപ്പോ എന്താണ് ജീനുകൾ? എന്താണ്? സെഗ്മെന്റ് ഓഫ് DNA. എന്ത്? നമ്മുടെ ഒരു സ്വഭാവ സവിശേഷത നൽകാൻ കാരണമായ സെഗ്മെന്റ്, DNAയിലെ ഒരു സെഗ്മെന്റ് ആണ് എന്ത്?
ജീനുകൾ. ഓക്കെ, ഹലോ. ഓക്കെ. നമ്മുടെ ഈ നീല കണ്ണുകളൊക്കെ ഉള്ളവരെ കണ്ടുണ്ടോ? നീല കണ്ണ് കണ്ടിട്ടുണ്ട്. ഐശ്വര്യ റായ്. അത് ഒറിജിനൽ ആണോ? ആ ലെൻസ് അല്ലേ? അത് ഒറിജിനൽ ആണോ? അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇത് ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിൽ നിന്നാണ് ഈ ജീൻ വരുന്നത്. അങ്ങനെ അത് പോകത്തുള്ളൂ പാസ് ചെയ്ത്. ബ്ലൂ കളർ അത് നോക്കിയാൽ മതി കേട്ടോ. ബ്രേക്ക് ഉണ്ടോ പറയുമ്പോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. അനുവേ എന്തോ പറ്റി മിണ്ടായിരിക്കുവാണല്ലോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ശരി ശരി ശരി. അപ്പൊ ഈ ബ്ലൂ കളർ എന്ന് പറയുന്നതേ ഒരു റിസസീവ് ട്രേറ്റ് കേട്ടോ. റിസസീവ് ഒക്കെ അറിയാമല്ലോ, നമുക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പം വരുന്നുണ്ട് റിസസീവ് ട്രേറ്റ്. അതെന്താണ്? ചുമ്മാ ഒന്ന് പറഞ്ഞു പോവാ. പ്രകടമാവാത്ത സ്വഭാവമാ. ഈ ബ്രൗൺ എന്ന് പറയുന്നത് ഡോമിനന്റാ. ബ്രൗണും ബ്ലാക്കും ഒക്കെ. ബ്ലാക്ക് അല്ല ശരിക്കും കേട്ടോ, ബ്രൗൺ തന്നെയാ നമ്മുടെ കണ്ണ്. ഈ ആ ബ്രൗണിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് തോന്നുന്നേ ഉള്ളൂ ബ്ലാക്ക് എന്ന്. അപ്പൊ ഈ ബ്രൗണ് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലൂ പ്രകടമാവത്തില്ല കേട്ടോ. ഈ ബ്ലൂ എന്ന് പറയുമ്പോൾ റിസസീവ് ട്രേറ്റാ. അപ്പോ ഈ നീല കണ്ണുള്ള ഒരാള്, അയാളുടെ മക്കൾക്ക് നീലക്കണ്ണ് വരുമോ? ഇല്ല, വരത്തില്ല. അയാളുടെ കൊച്ചുമക്കൾക്കേ വരത്തുള്ളൂ. അങ്ങനെയാ പാസ് ചെയ്യുന്നത് കേട്ടോ. അത് ചുമ്മാ ഒരു ഫാക്റ്റാ, ഓർത്തു വെച്ചോ. ശരി. അപ്പൊ അതിനുശേഷം നമുക്ക് RNA, റൈബോ ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് നോക്കാം. DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ആണ് എന്ത്? RNA. RNAയും എന്ത് വെച്ചിട്ട് തന്നെ നിർമ്മിച്ചേക്കുന്നേ? ന്യൂക്ലിയോറ്റൈഡ് തന്നെ. അവിടെയും പഞ്ചസാരയുണ്ട്. എന്ത് പഞ്ചസാരയാ? റൈബോസ്. പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ എന്താണ്? നൈട്രജൻ ബേസ് ഉണ്ട്. പക്ഷെ നൈട്രജൻ ബേസിൽ വ്യത്യാസമുണ്ട്. എന്ത് വരുന്നു കൂട്ടുകാരെ? യുറാസിൽ വരുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, സ്വഭാവമൊക്കെ രൂപീകരിക്കുന്ന ഈ ജീന് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും, പ്രോട്ടീൻ സിന്തസിസ്, റെപ്ലിക്കേഷന്, ഇതെല്ലാം നടക്കുന്നതും ഏത് കാരണം തന്നെ ഈ ജീൻസിലെ ഉള്ള വിവരങ്ങളാണ് കേട്ടോ. ജീൻസിൽ എന്ത് വിവരമാണോ ഉള്ളത് അതനുസരിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ. അപ്പോ ആദ്യത്തെ നമ്മുടെ ഈ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്തോന്നറിയാവോ? നമ്മുടെ ഒരു ന്യൂക്ലിയോറ്റൈഡ് ശ്രേണിയിൽ, അതായത് ഒരു ജീനിൽ നിന്ന് വിവിധ എൻസൈമിന്റെ സഹായം കൊണ്ട്, എൻസൈം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ, സ്പീഡ് കൂട്ടുന്നതാ. ബയോളജിക്കൽ പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടുന്നതാണ് എൻസൈം. നമ്മുടെ ദഹനത്തിൽ ഉൾപ്പെടുന്ന ഒരു എൻസൈം പറയാമോ ആരെങ്കിലും? ആദ്യമേ വരുന്ന എൻസൈം, അത് സ്ഥിരം ചോദ്യമാണ്. എന്തോ? സലൈവറി അമൈലേസ്. അതെന്തോ ചെയ്യുന്നതെന്നും കൂടെ പറയാമോ? കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കുമല്ല, മാൾട്ടോസ് ആക്കുന്നത് കേട്ടോ. മാൾട്ടോസ് എന്ന രൂപമാണ്. പഞ്ചസാര തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പച്ചച്ചോറ് വെറുതെ ചവയ്ക്കുമ്പോൾ നമുക്ക് മധുരം തോന്നും. നമ്മുടെ വായിൽ തന്നെ ദഹനം ആരംഭിക്കും. ആ ക്വസ്റ്റ്യൻ നേരത്തെ PSC ചോദിക്കുന്നതായിരുന്നു കേട്ടോ. ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട്. നമ്മുടെ വായിൽ തന്നെയാണ് ദഹനം ആരംഭിക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ ഈ എൻസൈമിന്റെ സഹായം കൊണ്ട് mRNA അഥവാ മെസഞ്ചർ RNA എന്ന് പറയുന്ന രൂപത്തിലോട്ടാക്കുക. അതായത് ഈ DNA സത്യത്തില് DNAയുടെ ഒരു സൈഡ് അങ്ങ് അഴിച്ചെടുക്കുക, അഴിച്ചെടുക്കുക ചെയ്യുന്നത്. RNA തന്നെ ആക്കി എടുക്കുക. ഓക്കെ. 2 RNA ചേരുമ്പോ DNA ആവുമല്ലോ. നമ്മുടെ ഇവിടെ കണ്ടില്ലേ, RNAയുടെ ഘടന കണ്ടില്ലേ? ഒരു സൈഡേ ഉള്ളൂ കണ്ടോ. അപ്പൊ 2 എണ്ണം ഇതുപോലെ ചേർന്ന് കഴിഞ്ഞാൽ DNA ആയി. അപ്പോ ഒരു സൈഡ് മാത്രം, അവിടുത്തെ ജീനിലെ ഇൻഫർമേഷൻ മാത്രം എൻസൈമിന്റെ സഹായത്താൽ ഒരു mRNA ആയിട്ട് രൂപപ്പെടുക. അതിലാണ് എന്തുള്ളത്? പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം അടങ്ങിയത് ഈ mRNA-ല്. ഈ ക്യാൻസർ ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളില് ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ്. കറക്റ്റായിട്ട് നടക്കത്തില്ല.
അമിതമായിട്ട് പെറ്റ് പെരുകും നമ്മുടെ കോശങ്ങള്. ക്യാൻസർ അറിയാലോ, ക്യാൻസർ എന്ന് പറയുന്നത് എന്തുവാ? അൺകൺട്രോൾഡ് സെൽ ഡിവിഷനാ. അപ്പൊ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ജനറ്റിക്കൽ ഉണ്ട് കേട്ടോ, ഇതുപോലെ ജനറ്റിക്കലായിട്ട് വരാം, ജനിതകമായിട്ട് വരും, തന്നെ വരും. ഒന്നും ചെയ്തില്ലെങ്കിലും അയാള് എന്തുവാ അല്ലാത്ത ലഹരി വസ്തുക്കളോ അല്ലാത്ത അങ്ങനത്തെ അറിയാലോ, ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചാലൊക്കെ വരും. ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെയുള്ള കെമിക്കൽസ് കാരണം പല ഫാക്ടേഴ്സ് വരും ക്യാൻസർ ഒക്കെ വരാന്. അപ്പൊ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ വരാൻ കാര്യം ഇതാണ്. ഇതൊന്നും കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ. അത് പറഞ്ഞപ്പോഴാണേ 2 തരത്തിലുള്ള ക്യാൻസർ ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവോ? ട്യൂമറും മാലിഗ്നൻസ്. അതെ, ട്യൂമർ. ബെനീൻ ക്യാൻസർ, അതായത് ട്യൂമറാ. അതായത് അത് ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ കാണത്തുള്ളൂ. അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ അത് വരാൻ സാധ്യതയില്ല. പക്ഷെ മാലിഗ്നന്റ് ക്യാൻസർ എന്ന് പറയുന്ന സംഭവം ആണെങ്കിൽ കൂടുതൽ ലൂക്കീമിയയുടെ കാര്യമൊക്കെ നമുക്ക് പറയാം. ലൂക്കീമിയ അറിയാലോ, നമ്മുടെ ചോരയിൽ വരുന്ന അല്ലെ, രക്തത്തിൽ വരുന്ന ക്യാൻസർ, RBCക്ക്. ഹലോ, അപ്പൊ രക്തത്തിൽ വരുന്ന ക്യാൻസർ ആണ് എന്ത്? നമ്മുടെ ലൂക്കീമിയ. അപ്പൊ ഈ ലുക്കീമിയ ഒക്കെ വന്നു കഴിഞ്ഞാല് ചോര അറിയാലോ, നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഓടുന്ന സാധനമാ ചോര. അത് വന്നു കഴിഞ്ഞാൽ എല്ലായിടവും ക്യാൻസർ ആവും. അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. പിന്നെ രക്ഷപ്പെടത്തില്ല, അതൊക്കെ ഭയങ്കരമാണ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ബോൺ മാരോ ഒക്കെ മാറ്റി വെക്കുന്നതിന് ഒരു പരിധി ഉണ്ടോ? ഇപ്പൊ നമ്മുടെ അത്ര അടുത്ത അല്ലല്ല, ബോൺ മാരോയിൽ തന്നെ ക്യാൻസർ വരുമല്ലോ, എല്ലായിടത്തും വരുമല്ലോ ക്യാൻസർ. നമ്മുടെ എന്ത് കോശങ്ങളുണ്ടോ, നമ്മുടെ കോശങ്ങളുടെ തകരാറ് കൊണ്ടാണ് ക്യാൻസർ ശരിക്കും വരുന്നത്. ഈ അസ്ഥിമജ്ജയില് ക്യാൻസർ വരും. ഓക്കെ, ശരി. അല്ല, അങ്ങനെ മാറ്റി വെച്ചെന്ന് പറഞ്ഞോണ്ട് അതുപോലെ സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ കുറച്ചാളും കൂടെ നിൽക്കാന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമില്ല. അതായത് ഇവരുടെ ശരീരം മൊത്തം അറിയാലോ, ക്യാൻസറിന്റെ തെറാപ്പി എന്ന് പറഞ്ഞാൽ മെയിൻ കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെയാ. കീമോതെറാപ്പി എന്ന് പറയുമ്പോഴേ ഈ വിഷമാണ് കുത്തി വെക്കുന്നത് ആ കോശങ്ങളെ കൊല്ലാൻ വേണ്ടി. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ആരോഗ്യമുള്ള കോശങ്ങളും കൂടെ മരിച്ചു പോകും. അതാണ് ഈ കീമോ ഒക്കെ എടുക്കുന്നവർ ഈ മെലിഞ്ഞുണങ്ങി ഇരിക്കുന്ന കാണത്തില്ലേ, അത് ഭയങ്കര ക്ഷീണമാണ്, ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം. അത് മാത്രമല്ല, റേഡിയേഷനും കൂടെ അടിക്കാൻ തുടങ്ങുമ്പോൾ മ്യൂട്ടേഷൻ ഒക്കെ സംഭവിക്കും DNA-ക്ക്. ഓക്കെ, അപ്പോ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്തുവാ? mRNA രൂപീകരിക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ. അത് കഴിഞ്ഞിട്ട് എന്തുവാ വരുന്ന കൂട്ടുകാരെ? ട്രാൻസ്ലേഷൻ. കേട്ടോ, ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിൽ എന്തിനാ വന്നത് പറയാവോ? ഹലോ, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന റൈബോസോമാ. അതുകൊണ്ടാണ് റൈബോസോമിലോട്ട് mRNA-യിലെ സന്ദേശം അനുസരിച്ച് tRNA, അതായത് ട്രാൻസ്ഫർ RNA കൊണ്ടുവരുന്ന RNA കേട്ടോ, അമിനോ ആസിഡുകളെ എവിടെ എത്തിക്കും? റൈബോസോമിൽ എത്തിക്കും. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ് കൂട്ടുകാരെ? അമിനോ ആസിഡുകളാണ് കേട്ടോ. അമിനോ ആസിഡുകൾ ചേർത്ത് വെച്ചേക്കുന്നതാണ് പ്രോട്ടീന്. അപ്പോ റൈബോസോമിന്റെ ഭാഗമായ RNA, ഇപ്പൊ 3 RNA ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? mRNA, ഹലോ, mRNA, rRNA, tRNA. അപ്പോ ഈ 3 RNA-യുടെയും കൂടെ പ്രവർത്തനം കൊണ്ട് അമീനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് റൈബോസോം എന്ത് നിർമ്മിക്കുന്നു? പ്രോട്ടീനെ നിർമ്മിക്കുന്നു കേട്ടോ. ഓക്കെ, ഇത്രയും ഓക്കെ ആയല്ലോ. എനിവേ, എന്തേലും ഡൗട്ട് ഉണ്ടോ ഇത്രയും ഭാഗം? അക്സ, ഡൗട്ട് ഉണ്ടോ ഇത്രയും? ഗീതു, ബിസ്മി, അൽഫി, അഭിരാമി, ഇത്രയും ഓക്കെ അല്ലേ? ശരി. ഇനി നമുക്ക് നോക്കാനുള്ള എന്തുവാ? പാരമ്പര്യമാണ് കേട്ടോ, ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഈ പാരമ്പര്യം ഇപ്പൊ മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, സ്വഭാവമൊക്കെ അച്ഛന്റെ സ്വഭാവമാണല്ലോ, അമ്മയുടെ സ്വഭാവമാണല്ലോ, കണ്ണാണല്ലോ എന്നൊക്കെ പറയുന്നത്. അത് പാരമ്പര്യം. അസുഖങ്ങളും വരും പാരമ്പര്യം. അതേസമയം
മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ സ്വഭാവമൊക്കെ കാണിക്കുന്നതാണ് എന്ത് വേരിയേഷൻസ്. അതിപ്പോ ചെടികളുടെ കാര്യം പറഞ്ഞാല് നമ്മുടെ ഈ പണ്ടത്തെ ഈ ചെടികളുണ്ടല്ലോ, ഇലച്ചെടികള്, അതിന്റെയൊക്കെ ഈ ചെറിയ തൈയൊക്കെ വേറെ കിളിക്കുമ്പോ കമ്പ് വെട്ടി കുത്തുവാണെങ്കിൽ അത് ആ സെയിം പേരന്റ് പ്ലാന്റിന്റെ ഫീച്ചർ തന്നെ വരത്തുള്ളൂ. കാരണം എന്താ, ജീനിൽ വ്യത്യാസം ഉണ്ടോ അത് നമ്മൾ കമ്പ് വെട്ടി കുത്തുമ്പം? ഇല്ല. അപ്പൊ അത് സെയിം പ്ലാന്റാ ശരിക്കും. രണ്ട് ചെടിയായിട്ടായിരിക്കും കിളിക്കുന്നത്, പക്ഷെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് സെയിമാ അല്ലേ? അപ്പൊ ഈ വേരിയേഷൻ എന്ന് പറയുന്ന കാര്യം ഓർത്തോണേ. വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് വരുന്നത്. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വരുന്ന കാര്യമാണ് ഈ വേരിയേഷൻ ഒക്കെ കൂടുതലും. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെയും സ്വഭാവമല്ല, മിക്സ്ഡ് ഒരു സ്വഭാവമാണ്, പുതിയൊരു സ്വഭാവമാണ്. അതൊക്കെ എന്തോ ഈ വേരിയേഷനിൽ വരുന്നത്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു ഏരിയ മൊത്തം വെള്ളപ്പല്ലിയുണ്ട്, കറുത്ത പല്ലിയുണ്ട്. ഓക്കെ, അപ്പോ അവിടെ ഒരു പരുന്ത് വന്നിട്ട് ഈ വെള്ളപ്പല്ലികളെ മൊത്തം കൊന്നൊടുക്കുക. അപ്പോ ആരാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്? കറുത്ത പല്ലി. അപ്പൊ അതൊരു വേരിയേഷൻ വന്നതാ. ശരിക്കും വെള്ളപ്പല്ലികളിൽ നിന്ന് തന്നെ ഒരിത് മാറിപ്പോയി ഉണ്ടായതാണ് ഈ കറുത്ത പല്ലികള്. ഒരു ജീന് വ്യത്യാസം വന്നത്, പക്ഷെ അവർക്കത് ഫേവർ ചെയ്തു, അവർ അഡാപ്റ്റ് ആയി. അപ്പൊ അവരുടെ വംശമേ ഇനി നിലനിൽക്കത്തുള്ളൂ. ബാക്കി ഈ വെള്ളപ്പല്ലികൾ മൊത്തം കുറയാൻ തുടങ്ങും. അതാ വേരിയേഷന്. ഈ വേരിയേഷൻ അപ്പം ഗുണകരമായ ഒരു കാര്യമാണ് കേട്ടോ, വേരിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തിനാ, അസുഖത്തിനെതിരെ നമുക്ക് ഡിസീസ് റെസിസ്റ്റൻസ്, രോഗപ്രതിരോധമൊക്കെ കിട്ടും. അതുമൊക്കെ ഈ വേരിയേഷന്റെ പ്രത്യേകതയാ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് വരാം. ഈ ജനിതക ശാസ്ത്രം നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ന് പറയുന്ന ഒരു പള്ളിയിലച്ചൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുള്ളി ഒരു സയന്റിസ്റ്റും കൂടെ ആയിരുന്നു. പുള്ളിയാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം തോട്ടപ്പയർ എന്ന് പറയുന്ന ചെടി, പിസം സറ്റൈവം കേട്ടോ, പിസം സറ്റൈവം തോട്ടപ്പയർ ചെടിയിലാണ് ഈ സങ്കരണ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താ പരീക്ഷണം നടത്തിയെന്ന് അറിയാവോ? പറയാവോ? അറിയാം. എന്തായിരുന്നു ചെയ്തത്? ഒരു 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തിട്ട് അല്ല, ആദ്യമേ അദ്ദേഹം ഏഴ് ക്യാരക്ടർ എടുത്തോ? ആദ്യമേ ഇല്ല, ആദ്യം ടോളും ഡാർക്കും ആദ്യം അദ്ദേഹം സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടർ മാത്രം നോക്കി. അതായത് ഉയരക്കൂടുതലുള്ളതും ഉയരക്കുറവുള്ളതും ആയിട്ടുള്ള ചെടികളെ അദ്ദേഹം ക്രോസ് ചെയ്തു. ഈ പയർ ചെടിക്കെന്ന് പറഞ്ഞാല് ഇതിന്റെ പൂമ്പൊടി വെളിയിലോട്ട് പോകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, അത് ക്ലോസ്ഡാ പൂക്കള്. അപ്പോ ഇത് അദ്ദേഹം മാനുവലി എന്തോ ഇത് ബ്ലേഡും കൊണ്ട് കീറി തുറന്ന് അദ്ദേഹം ഈ പൊക്കമുള്ള ചെടിയുടെ പൂമ്പൊടി എടുത്ത് പൊക്കമില്ലാത്ത ഒരു ചെടിയുടെ പൂവിലേക്ക് നിക്ഷേപിച്ചിട്ടാ അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിൽ അദ്ദേഹത്തിന് കണ്ടെത്താനായത് എന്തുവാന്നറിയാമോ? ആദ്യത്തെ ജനറേഷൻ, F1 ജനറേഷൻ എന്ന് പറയും. ആദ്യമേ അങ്ങനെ അദ്ദേഹം നിർമ്മിച്ചെടുത്ത ആ ചെടികള്, ആ തൈകള് F1 ജനറേഷൻ എന്ന് പറയും, 1ാം തലമുറ. അപ്പൊ അതിൽ വന്നത് മൊത്തം എന്തായിരുന്നു, എന്ത് സ്വഭാവമായിരുന്നു കാണിച്ചത്? ഉയര കൂടുതലാണോ ഉയര കുറഞ്ഞതാണോ? ഉയരം കൂടിയതായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ 1ാമത്തെ തലമുറ വന്നതിനെ തന്നെ ഒന്നും കൂടെ പരസ്പരം ക്രോസ് ചെയ്തു. അപ്പോ എന്താണ് അദ്ദേഹത്തിന് ലഭിച്ചത്? ഉയരം കൂടിയതും കിട്ടി, കുറഞ്ഞതും കിട്ടി. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി എന്തോ ഘടകങ്ങളുണ്ട്, ഈ ഗുണങ്ങളെ, അതായത് ഉയരക്കൂടുതലും കുറവും നിയന്ത്രിക്കുന്ന എന്തോ ഘടകങ്ങളുണ്ട്. അപ്പൊ ഉയരക്കുറവ് എങ്ങനെ വന്നെന്ന് പുള്ളിക്ക് സംശയമായി. അപ്പൊ അദ്ദേഹം അത് കണ്ടെത്താനാണ് ഈ ആദ്യത്തെ തലമുറയെ തന്നെ ഒന്നും കൂടെ ക്രോസ് ചെയ്ത് നോക്കിയത്. അപ്പൊ ഉയരക്കുറവ് കിട്ടുകയും ചെയ്തു. അപ്പോ ഈ ക്രോസിന് പറയുന്നത് മോണോഹൈബ്രിഡ് ക്രോസ് എന്നാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു ഗുണം മാത്രമേ നോക്കിയുള്ളൂ. ഏത്? ഉയരത്തിന്റെ കാര്യമോ? ഉയരത്തിന്റെ തന്നെ ഫീച്ചർ ആണല്ലോ ഉയരം കൂടുതലും ഉയരം കുറഞ്ഞതും. അപ്പൊ ഇതിന് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും കേട്ടോ.
അപ്പോ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ എന്തോ ഘടകങ്ങൾ വരുന്നുണ്ട്. ആ ഘടകങ്ങൾ എന്ന് പറഞ്ഞാല് മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണെന്ന് ഗ്രിഗർ മെന്റൽ അനുമാനിച്ചു. ഈ ഘടകം ന്യൂക്ലിയസിലെ ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് പക്ഷെ മെന്റൽ അല്ല, മെന്റലിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പോ നമ്മുടെ ഈ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീന്, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? അല്ലീൽ എന്ന് പറയും കേട്ടോ. അതായത് ഉയരക്കുറവും ഉയര കൂടുതലും രണ്ടും ഓരോ ജീനുകളാ. ഓക്കെ, പക്ഷെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് തന്നെയല്ലേ ഈ രണ്ട് ജീനും കൺട്രോൾ ചെയ്യുന്നത്. ഉയരത്തിനെ കുറിച്ചാ, ഉയര കൂടുതലോ ഉയര കുറവോ. മനസ്സിലായല്ലോ? ഹലോ, മനസ്സിലായി. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ. അതെ അതെ അതെ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും, അതിനെയാണ് നമ്മൾ ഈ അല്ലീൽ എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകട രൂപത്തെ, നമ്മൾ കാണുന്ന രൂപമാണ് എന്ത്? ഫീനോടൈപ്പ്. അപ്പോ ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വന്ന ഒരു ചെടി ഉണ്ടെന്ന് വെച്ചോ, അതിന്റെ ജീന് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട്. അപ്പൊ അതിന്റെ ഫീനോടൈപ്പ് എന്തുവാന്ന് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഉയര കൂടുതലുള്ള ചെടിയാണോ ഉയര കുറവുള്ള ചെടിയാണോ? ടോൾ പ്ലാന്റ്. അത് ഫീനോടൈപ്പ്, പ്രത്യക്ഷ സ്വഭാവമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ജനിതക സ്വഭാവം നമ്മൾ നോക്കുവാണെങ്കിലോ രണ്ടും ഉണ്ടല്ലേ. ഉയര കൂടുതലിന്റെ ജീനും ഉണ്ട്, ഉയര കുറവുള്ള ജീനും ഉണ്ട്. പക്ഷെ പ്രകടമായത് ഏതാണ്? ഈ ഉയര കൂടുതലുള്ളതാ. കാരണം എന്താ? അതിനെ നമുക്ക് ഡോമിനന്റ് എന്ന് വിളിക്കാം കേട്ടോ. ഡോമിനന്റ് ജീനുകളാണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. അപ്പൊ പ്രകടമാവാൻ സാധിക്കാവുന്ന ജീനാണ് എന്ത്? ഈ സ്മോൾ ടി എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷന് ഇത് നമ്മളിപ്പോ പറഞ്ഞ ക്രോസ് കേട്ടോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. പിന്നെ ആ ഒന്നാമത്തെ തലമുറയെ തന്നെ പിന്നെയും നമ്മൾ ക്രോസ് ചെയ്തതാ. ഒന്നുമില്ല ഇതിനകത്ത്, അതെ ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഒന്ന് ക്രോസ് ചെയ്ത്, ഇവിടെ ആകെ ഒരു ജീനല്ലേ ഉള്ളൂ. അപ്പം ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഓരോന്ന് എടുത്തു, എന്നിട്ട് ക്രോസ് ചെയ്തതാ. അപ്പൊ ആദ്യത്തെ തലമുറയിൽപ്പെട്ട ചെടിയുടെ എല്ലാം ജീനുകൾ ഇതാ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടി. പിന്നെന്താ, രണ്ടാമത് അദ്ദേഹം ഇതുപോലെ ക്രോസ് ചെയ്തതാണ് എന്ത്? ഇതാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും തന്നെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് പറയാമോ? ഈ ആദ്യത്തെ ക്രോസ് എന്തുവാ വരുന്നത്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. അതെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്തുവായിരിക്കും? ഉയരമുള്ളത് തന്നെ. ശരി, ഉയര കൂടുതലുള്ള. പിന്നെ രണ്ടാമത് ഈ ടീയെ ഇങ്ങോട്ട് പോകുമ്പോഴോ ചെറിയ ടീയിലോട്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതും ഉയരം കൂടുതൽ തന്നെ. ഇവിടെ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും അതും ഉയര കൂടുതൽ. അവസാനം പക്ഷെ വന്നത് എന്താണ് കൂട്ടുകാരെ? സ്മോൾ ടി അവിടെ ഡ്വാർഫ. അപ്പൊ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 കേട്ടോ. 3:1. ഓക്കെ, 3 ഉയരമുള്ളതും ഒരെണ്ണം ഉയരമില്ലാത്തതും. അപ്പോ ഇതിൽ നിന്ന് നമ്മുടെ മെന്റല് കുറച്ച് അനുമാനങ്ങൾ കിട്ടി പുള്ളിക്ക്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സത്യമാ. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന്, ഹൈബ്രിഡൈസേഷന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതാ. ഡോമിനന്റും റിസസീവും, പ്രകട ഗുണവും ഗുപ്തഗുണവും. ഗുപ്തഗുണം എന്തുവാ? റിസസീവ്. പ്രകട ഗുണം ഡോമിനന്റ് ട്രേറ്റ്. ഓക്കെ, അപ്പോ ഈ ഗ്യാമേറ്റുകൾ കേട്ടോ, ലിംഗകോശങ്ങൾ ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണയിക്കുന്ന ഘടകം കൂടിക്കലരാതെ വേർപിരിയുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ റേഷ്യോയാ 3:1. ഇതിന്റെ ആൻസർ പറയാവോ? ഉയര കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തര ഉയരമുള്ള സസ്യം ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഒരു ക്യാരക്ടർ ഡോമിനന്റ് ആയോണ്ട. ഓക്കെ, അങ്ങനെ ഒരുമിച്ച് വന്നാൽ എന്തോ ചെയ്യും? അത് കോഡോമിനന്റ് എന്ന് പറയും. ശരി, അപ്പൊ അദ്ദേഹം ഇവിടെ എല്ലാം നോക്കിയേ, ഒരു സ്വഭാവമേ നോക്കിയുള്ളൂ, ഉയരം മാത്രം. പിന്നെ അദ്ദേഹം ചെയ്ത ക്രോസ് ആണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ അത് ഉയരം മാത്രമല്ല, വേറെയും ക്യാരക്ടേഴ്സ് അദ്ദേഹം നോക്കി. വിത്തിന്റെ കാര്യം അങ്ങനെ അദ്ദേഹം നോക്കിയത് കേട്ടോ. ഉരുണ്ട വിത്ത്, പിന്നെന്തോ ചുളുങ്ങിയ വിത്ത്. അപ്പം നമ്മൾ എപ്പോഴും ഈ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ പ്രകടമാവുന്ന സ്വഭാവത്തിന്റെയാണ് നമ്മൾ ആ ലെറ്റർ എടുക്കുന്നത്. കണ്ടോ, ഇവിടെ ടോള്, ക്യാപിറ്റൽ ടോൾ എന്ന് എടുത്തുകൊണ്ട് ക്യാപിറ്റൽ ടി. പിന്നെ
ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, വിത്തിന്റെ ഷേപ്പ് റൗണ്ട് ആണ് നമ്മൾ ഡോമിനന്റ് ആയിട്ട് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ ആർ എന്ന് എടുത്തു. അപ്പൊ അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ആണ് ഏത്, ഉയരക്കുറവും ഈ ചുളങ്ങിയ വിത്തിന്റെയും എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഈ ക്രോസ് ചെയ്തതിന്റെ അത് ഇനി പറയുവാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഈ സംഭവം. അതിന്റെ റേഷ്യോ എത്രയാണെന്ന് അറിയാവോ ഇതിൽ വന്നത്? 1:1 1:2 ആയിരുന്നോ? ഒന്ന് നോക്കിക്കേ, ഓർത്ത് നോക്കിക്കേ. 4:3:3:1 അല്ലേ? ഹലോ, കേക്കാം സാർ. അത് നമുക്ക് വരത്തൊന്നുമില്ല കേട്ടോ. ഇത് പിള്ളേർക്കേ വരത്തുള്ളൂ. അതൊക്കെ നമുക്ക് ആ റേഷ്യോ ഒന്നും വരത്തില്ല. 9:3:3:1. സോറി, 9:3:3:1. അതെ 9:3:3:1. അതെ, 4 അല്ല, 9:3:1. അപ്പോ അത് അല്ലാതെ നോക്കണം കേട്ടോ. ഇത് ഞാൻ പറയുന്നില്ല ഇപ്പം, ഇല്ലേ നമ്മുടെ ചാപ്റ്റർ തീരത്തില്ല. ഓക്കെ, അടുത്തത്. അപ്പൊ മെന്റലിന്റെ അനുമാനം എന്താണ്? രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവം കൂടിച്ചേരുമ്പോ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലേക്ക് പോകുന്നു. ഒരു ജീവിയുടെ ഒരു ജോഡി അല്ലീല് മറ്റൊരു ജോഡി അല്ലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അനുമാനിച്ചത്. അപ്പൊ മെന്റലിന്റെ നിയമങ്ങള് ജനിത ശാസ്ത്രത്തിന്റെ ജെനറ്റിക്സിന്റെ അടിത്തറയായി മാറി. പക്ഷെ ജീവികളിലെ സ്വഭാവ ഗുണം, അതിന്റെ വൈവിധ്യത്തെ അത് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ പറ്റിയില്ല. അപ്പോ ഈ വിശദീകരിക്കാൻ പറ്റാഞ്ഞ കാര്യങ്ങള് അതില് പിൽക്കാലത്ത് പഠനങ്ങൾ നടന്നു. അപ്പൊ അതാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ആശയങ്ങൾക്ക് എന്തോ കൊടുത്തത്, തുടക്കമിട്ടത്. അതന്നെ നമ്മൾ പറഞ്ഞ കോഡോമിനൻസ് ഒക്കെ ഇവിടെ വരുന്നത് കണ്ടോ. ചുവന്ന പൂവുള്ള 4 മണിച്ചെടിയെ വെള്ള പൂവുള്ള 4 മണിച്ചെടിയുമായി വർഗസംകരണം നടത്തിയാൽ പിങ്ക് പൂക്കളുള്ള ചെടികൾ ഉണ്ടാകുന്നു. അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കേട്ടോ. അപ്പം റെഡിന് പൂർണ്ണമായിട്ടും അവിടെ പ്രകടമാവാൻ പറ്റിയില്ല. കോഡോമിനൻസ് എന്ന് പറയുമ്പോൾ എന്താണ്ട് ഇത് നമ്മുടെ കന്നുകാലികളില് മറ്റേ നമ്മുടെ പല പുള്ളിപ്പശു ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പുള്ളിപ്പശുക്കളില് 2 അല്ലീലിന്റെ ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാക്കുന്നു. ഓക്കെ, അത് കോഡോമിനൻസ്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പും കോഡോമിനൻസ് അല്ലേ? അല്ല, അത് മൾട്ടിപ്പിൾ അല്ലീല. കാരണം നമ്മുടെ അല്ലീലുകള് 2 അല്ല അവിടെ. മനസ്സിലായി. അതുകൊണ്ടാ. അപ്പോ കേട്ടോ, മുമ്പേ ഞാനേ പിങ്ക് ഫ്ലവറിന്റെ കാര്യം കോഡോമിനൻസാ പറഞ്ഞത് കേട്ടോ. പക്ഷെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ചോപ്പിന് പൂർണ്ണമായിട്ടും അവിടെ പ്രകടമാവാൻ പറ്റിയില്ല. വെള്ളയും കൂടെ ഒരുമിച്ച് വരാൻ നോക്കി. അതുകൊണ്ടാ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. കോഡോമിനൻസ് 2 നിറവും കൂടെ വരുന്നുണ്ട് ഒരുമിച്ച്, അത് കോഡോമിനൻസ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ABO ഗ്രൂപ്പ്, അതും എന്താണ്, മൾട്ടിപ്പിൾ അല്ലീലിസവാ. വേറൊരു ഗ്രൂപ്പും കൂടെ ഉണ്ടല്ലോ, AB അല്ലാതെ OU അല്ലാതെ. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. അതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നേരത്തെ വരുമായിരുന്നു, ഇപ്പൊ അതൊന്നും കാണാനില്ല. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ത്വക്കിന്റെ നിറവ്യത്യാസം. ഈ സായിപ്പിന്റെ ഒക്കെ ഈ തൊലി എന്തോ ഇത്രയും വെളുത്തിരിക്കുന്നേ സത്യത്തില്? മെലാനിൻ മെലാനിൻ കുറവായോണ്ടാ. അവർക്ക് അതിന് ആവശ്യമുള്ള ആ സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വെളുത്തിരിക്കുന്നത്. പിന്നെ കാലാകാലങ്ങളായിട്ട് അത്രയും തണുപ്പിലും കൂടെ അല്ലയോ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരേ ജീനുകൾ തന്നെ. അപ്പൊ ഇതിനെ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയും കേട്ടോ. പോളിജീനിക് ഇൻഹെറിറ്റൻസ്, അതൊക്കെ ചിലപ്പം ചോദിച്ചെന്ന് വരാം. അപ്പോ നമ്മുടെ ത്വക്കിന് നിറം കൊടുക്കുന്ന വർണ്ണകം, പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ മെലാനിനാണ്. ഈ മെലാനിന്റെ അളവ് നമ്മുടെ സ്കിന്നിന്റെ നിറം നിർണ്ണയിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ പൂർവികര് ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് നിന്നാണ് വന്നതെന്ന് നമുക്ക് ഈ ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിന്റെ തീവ്രത ആയതിനാൽ ഓരോ പ്രദേശത്തും ഈ നമ്മുടെ ത്വക്കിന്റെ നിറത്തിന് അനുയോജ്യമായ ജനിതക മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം. പിന്നെ
എന്താണ് ഭക്ഷണം, വൈറ്റമിൻ ഡി എന്നിവ പോലെയുള്ള ഘടകങ്ങളും ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ വേറെ എവിടാണ്? ബ്രസീലിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടെ ഇപ്പൊ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ പ്രത്യേകത നോക്കിയാൽ ഒരു ബ്രൗണിഷ് സ്കിന്നാ അല്ലെ, ബ്രൗൺ ഷെയ്ഡാ. ഹലോ, കേൾക്കാം. അപ്പോ അത് എന്തിന്റെയാണ്? സൂര്യപ്രകാശത്തിന്റെ തീവ്രതയാ. ഏകദേശം ഒരേ കണക്ക് ഇരിക്കും അത് അല്ലെ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്നതാ. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്രോസിംഗ് ഓവർ ആണ് കേട്ടോ. ക്രോസിംഗ് ഓവർ ഈ വേരിയേഷന് കാരണമായ കാര്യമാണ്. ഊനഭംഗം എന്ന് പറയും കേട്ടോ. ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശ വിഭജന രീതിയാണ് എന്ത്? ഈ ഊനഭംഗം. ഇത് കണ്ടില്ലേ, ഇവിടെ എന്തോ നടക്കുന്നതെന്ന് നോക്കിയേ. മിക്സിങ് നടക്കുക കണ്ടോ, ഒന്ന് മനസ്സിലാക്കിയേ. കണ്ടോ, നമ്മുടെ സമരൂപ ക്രോമസോമ്, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സമാനമായ ക്രോമസോമ് പരസ്പരം ജോഡിയായി. അപ്പൊ ജോഡി ചേരുന്ന ഭാഗത്തിനെ ഈ കണ്ടോ, ഈ ഒരു സാധനം, ഈ ഒരു ബെൻഡ്, ഇതിനെയാണ് നമ്മൾ ചിയാസ്മ എന്ന് പറയുന്നത് കേട്ടോ, ചിയാസ്മ. അപ്പോ ഇവിടെ വെച്ച് എന്തോ സംഭവിക്കുന്ന അറിയാവോ? ഇതങ്ങ് മുറിഞ്ഞു മാറും. നമ്മുടെ ഈ ജീനുകള്, ക്രോമസോമുകള് മുറിഞ്ഞു മാറും. മുറിഞ്ഞു മാറിയിട്ട് എന്തോ ചെയ്യും? ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന ഭാഗങ്ങളിലേക്ക് ചേരും, കൂടിച്ചേരും. ഇതുണ്ട്, ഇപ്പൊ മിക്സിങ് ആണ്ടതാണ്ടോ. ഇവിടെ ആണെങ്കിൽ വൈറ്റും പിങ്കും യെല്ലോയിഷ് ഇതുമായിരുന്നു. ഇവിടെ ഇപ്പം മുറിഞ്ഞു മാറി. ഇത് കണ്ടോ, ആ വൈറ്റിന്റെ അവിടെ യെല്ലോ വന്നു, പിങ്കിന്റെ അവിടെയും കണ്ടോ ഇച്ചിരി യെല്ലോ ഭാഗം ചേർന്ന്. എന്ന് വെച്ചാൽ മിക്സിങ് നടക്കുന്നതാ പറയുന്നത് കേട്ടോ. മിയോസിസ് വഴിയാണ് ഇത് നടക്കുന്നത്. അപ്പോ ഈ മിക്സിങ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് പക്ക നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെ അല്ലല്ലോ ഇരിക്കുന്നത്. വ്യത്യാസമൊക്കെ ഉണ്ട്, അവരുടെ സ്വഭാവത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മുടേതായ സ്വഭാവ സവിശേഷത വരുന്നത് ഈ മിക്സിങ്. അപ്പം ക്രോസിംഗ് ഓവർ മിയോസിസ് ആണ് കേട്ടോ, ഊനഭംഗം. അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് മ്യൂട്ടേഷൻ. ഈ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യതിയാനം, മാറ്റം, പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. എക്സാമ്പിൾ ഇപ്പൊ പറയുവാണെങ്കിൽ, നമുക്കിപ്പം റേഡിയേഷൻ അടിക്കുവാന്ന് വെച്ചോ. എക്സ്റേ ഒക്കെ റേഡിയേഷൻ തന്നെയാണ്, എന്നാൽ ഇച്ചിരി പവറുള്ള നമ്മുടെ ന്യൂക്ലിയർ റേഡിയേഷൻ ഒക്കെ അടിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മ്യൂട്ടേഷനാണ് സംഭവിക്കുന്നത്. നമ്മുടെ എല്ലാ കോശത്തിന്റെ, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എല്ലാം തകരാറിലാവും, ക്യാൻസർ ആയിട്ട് മാറും. അതാ റേഡിയേഷന്. അപ്പൊ ഇവിടെ തന്നെ നോക്കിയേ, നമ്മുടെ ഈ റേഡിയേഷൻ അടിക്കുമ്പോൾ കാണിച്ചേക്കുവാ. നമ്മൾ പറഞ്ഞല്ലോ ആദ്യം ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസിലെ ATGC വെച്ചേക്കുന്നതെന്ന്. കണ്ടോ, GC AT ഇങ്ങനെ പോയേക്കുവാ കറക്റ്റ് പെയറായിട്ട്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന മ്യൂട്ടേഷൻ നോക്കിയേ, റേഡിയേഷൻ അടിച്ചപ്പോഴത്തേനും ഇത് നേരെ തിരിഞ്ഞുപോയി. കണ്ടോ, അപ്പൊ കെമിക്കലുകൾ കാരണവും മ്യൂട്ടേഷൻ സംഭവിക്കാം. ഹലോ, കേൾക്കാം. അപ്പൊ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ് കേട്ടോ. പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ് മ്യൂട്ടേഷൻ. അതെന്തുകൊണ്ടാ? കെമിക്കലുകൾ, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ കാരണമോ അല്ലെങ്കിൽ റേഡിയേഷൻ വികിരണങ്ങൾ കാരണമോ മ്യൂട്ടേഷൻ സംഭവിക്കാം. ഈ മ്യൂട്ടേഷൻ ഉണ്ടല്ലോ, വേറെ തലമുറകളിലേക്ക് കൈമാറാനും സാധിക്കും. ഓക്കെ, ഹലോ, കേട്ടു സർ. ഓക്കെ. അപ്പൊ ഇത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. പിന്നെ വേറൊരു സെക്ഷനും കൂടെ ഉണ്ട് കേട്ടോ, തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞ് ജനിതകശാസ്ത്രം. ഈ ബിഹേവിയറൽ ജെനറ്റിക്സ് എന്താണ്? നമ്മുടെ ഈ സ്വഭാവ രൂപീകരണം ഒക്കെയാ കേട്ടോ. സൈറ്റോജെനറ്റിക്സ് എന്താണ്? സൈറ്റോജെനറ്റിക്സ് നമ്മുടെ കോശത്തിന്റെ ലെവലില്, കോശത്തിലെ ജെനറ്റിക്സ്. അപ്പം ഈ നമ്മള് ഹൈബ്രിഡ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നതും ഒക്കെ അതിനകത്ത് വരും. നമ്മൾ ഈ പരീക്ഷണങ്ങൾ ചെയ്യുമല്ലോ, പുതിയ ജീവിവർഗത്തിനെയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മെഡിക്കൽ ജെനറ്റിക്സ്, അത് നമുക്ക് ഈ ആദ്യം തന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തെ ഇവർക്ക് എന്തെങ്കിലും ജനറ്റിക്കലായിട്ട് അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മോളിക്യുലാർ ജെനറ്റിക്സ്, പിന്നെന്താ ജനസംഖ്യ ജനിതകശാസ്ത്രം,
പിന്നെ ഇതിന്റെയൊക്കെ ഈ ജെനറ്റിക്സിന്റെ തൊഴിൽ സാധ്യത എന്താണ് കൂട്ടുകാരെ? ബയോടെക്നോളജി. അതെ, ബയോടെക്നോളജി. അതിനകത്ത് എന്തൊക്കെ വരും? നമുക്ക് ഈ ഹൈബ്രിഡ് വിളകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള സ്വഭാവം ഉള്ളത്, ഹൈലി ഈൽഡിങ് ആയിട്ടുള്ള ഒരുപാട് വിളയൊക്കെ തരുന്ന ഒരു ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇല്ലേ? നമുക്ക് പഠിക്കാനും ഉണ്ട്. പിന്നെ പിന്നെ വേറെ ഈ എന്താണ്? സൂപ്പർ ബഗ് സൂപ്പർ പോലുള്ള ബഗ്, സൂപ്പർ ബഗുകള്. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഈ സൂപ്പർ ബഗ് എന്ന് കോവിഡ് പറയുന്നത് എന്തോ വാക്സിനൊക്കെ. ബാക്ടീരിയ അല്ലേ? ഓയിലൊക്കെ അതെ തിന്നുന്നത്. അതെ. ശരി. എന്തോ? സ്നേക്കിന്റെ വയറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ ആന്റിവെനം കുതിരയിൽ കുത്തി വെച്ചിട്ട് ആന്റിബോഡി ഒക്കെ ഉണ്ടാക്കാൻ ഓ വേണ്ടി ശരി. അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ ജെനറ്റിക്സ്. അപ്പൊ ഇനി നമുക്കൊന്ന് റിവൈസ് ചെയ്യാവേ, പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഇത്രയും ഓക്കെ ആയല്ലോ. എന്നിട്ട് നമ്മുടെ ആ ഡൈവ് ഹൈബ്രിഡ് ക്രോസ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കണേ, ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി. ഈ PDF എടുത്തിട്ട് അതും കൂടെ പറയുവാണെങ്കിൽ നമ്മുടെ ഒന്നുമില്ല, വേണേ ഇപ്പൊ എളുപ്പം അങ്ങ് പറയാം. ഈ TRNT ഇത് കണ്ടോ, ക്യാപിറ്റൽ T ക്യാപിറ്റൽ R എന്ന് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? ഉയരം കൂടിയതും ഉരുണ്ട വിത്തും. അതേസമയം ഇത് ഈ TRനെ ഇനി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലോ, ക്യാപിറ്റൽ T ക്യാപിറ്റൽ R സ്മോൾ r. അപ്പൊ അവിടെയും ഇതേ ഫീച്ചർ തന്നെ അല്ലെ? ഉയരം കൂടിയതും ഉരുണ്ട വിത്തും വരും. ഇവിടെ ഈ ചെറിയ ചെടിയും ചളങ്ങിയ വിത്തും വരണമെങ്കിൽ ഏത് വരണം ഇപ്പൊ ഇവിടെ? അത് മാത്രം ഒന്ന് പറയാമോ? സ്മോൾ ആർ സ്മോൾ ടി. അതെ, അതായത് ഈ സ്മോൾ ടി സ്മോൾ ആർ എന്ന് വന്നാലേ അങ്ങനെ വരത്തുള്ളൂ. അതാണ് ഈ 1 9:3:3:1 1. ആ ഒറ്റ ഒരെണ്ണത്തിനെ ആ സവിശേഷത കാണത്തുള്ളൂ. കാരണം വലിയ ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചെറുത് പ്രകടമാവത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ അതും നമ്മൾ നോക്കി. അപ്പൊ ഇനി എളുപ്പം ഒന്ന് പറയാം. നമ്മള് DNA കാര്യം പറഞ്ഞല്ലേ? DNA എവിടെ ആയിരുന്നു കാണുന്നത്? ക്രോമസോംസ് എവിടാണ്? ന്യൂക്ലിയസില്. ശരി. അപ്പൊ ആദ്യം നമ്മൾ അതിന് മുന്നേ ക്രിസ്പാർ ടെക്നോളജി പറഞ്ഞായിരുന്നു അല്ലെ? ക്രിസ്പാർ കാസ്9 ടെക്നോളജി. അതെന്ത്, എങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്? മോളിക്കുലാർ സിസേഴ്സ് എന്ന് പറയും കേട്ടോ, ജനറ്റിക് സിസേഴ്സ്. നമുക്ക് ആവശ്യമുള്ള ഭാഗം മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത്. ഓക്കെ. പിന്നെ DNA ഘടന 1953 ആരാണ് അതിന് രൂപം കൊടുത്തത്? ഡബിൾ ഹെലിക്സ് മോഡല് വാട്സണും ക്രിക്കും. പക്ഷെ ശരിക്കും ആരുടെ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കിയത്? റോസലിൻ ഫ്രാങ്ക്ലിൻ അല്ലെ? റോസലിൻ ഫ്രാങ്ക്ലിൻ. ശരി. പിന്നെ നമ്മൾ DNA ഘടനയെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയായിരുന്നു ഉള്ളത്? ഒരു ഷുഗർ ഉണ്ട്, പിന്നെ നൈട്രജൻ ബേസ് ഉണ്ട്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട് അല്ലെ? ഫോസ്ഫേറ്റ് എന്തിനാ സഹായിക്കുന്നേ? ബോണ്ട് ഉണ്ടാവാന്. 2 ന്യൂക്ലിയോടൈഡ് ബേസുകൾ തമ്മിലുള്ള ബന്ധം, ആ ഒരു പാലം പോലെ യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഫോസ്ഫേറ്റ് സഹായിക്കുന്നത്. പിന്നെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് DNAയിലെ? സൈറ്റോസിന്. അപ്പോ RNAയിലെ ഏതാണ് വരുന്നത്? യുറാസിൽ വരും, തൈമിന് പകരം. ഓക്കെ. പിന്നെ നമ്മള് ഓരോ ക്രോമസോമിലും DNAക്ക് ഏകദേശം 5 സെന്റിമീറ്റർ നീളം കാണും. പിന്നെ എന്താണ്, എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ, DNA മൊത്തം കൂട്ടി യോജിപ്പിച്ചാല് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ, അതൊന്നും വരത്തില്ല കേട്ടോ, അങ്ങനത്തെ ഒന്നും ചോദിക്കത്തില്ല. പിന്നെന്തുവാണ്? ഇത് ചിലപ്പം വരും. ക്രോമസോം 8 ഹിസ്റ്റോണ് ചേർന്നിട്ട് എന്ത് സ്ട്രക്ചർ ആണ് ഉണ്ടാവുന്നത് അവിടെ? ഈ മുത്തുമാല പോലെ എന്ന് ഞാൻ പറഞ്ഞത്, ഒക്ടാമർ. അതെ, ഈ ഒക്ടാമറിനെ ചുറ്റിയിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? ന്യൂക്ലിയോസോം അല്ലേ? ന്യൂക്ലിയോസോം. പിന്നെന്താണ്? ഈ ക്രോമസോമിനെ സെൻട്രോമിയർ വഴി, സെൻട്രോമിയർ പറഞ്ഞായിരുന്നല്ലോ അല്ലെ? ഈ നടുക്ക് ഭാഗം, അതായത് ഈ 2 പാദങ്ങളായിട്ടുള്ള ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? ക്രോമാറ്റിഡ്. പിന്നെ എന്തുവരുന്ന പറഞ്ഞാൽ മനുഷ്യരുടെ ക്രോമസോം 46 എണ്ണം ഉണ്ട്, ചിമ്പാൻസിക്ക് 48 എണ്ണം ഉണ്ട്. നമ്മുടെ 46 ക്രോമസോമില് 22 പേര് എന്ത് ക്രോമസോമാണ്? അതെ, സ്വരൂപ ക്രോമസോമ. അപ്പൊ നമ്മുടെ സ്വഭാവ സവിശേഷത, ശാരീരിക സവിശേഷതയൊക്കെ നിയന്ത്രിക്കുന്ന ക്രോമസോമ. അതേസമയം സെക്സ് ക്രോമസോം എത്ര എണ്ണമാണ്? 2 എണ്ണം അല്ലെ? ഒരു പേര്, എക്സും വൈയും. ശരി. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞ? അസുഖങ്ങളുടെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ചിലപ്പോൾ വരാം.
44 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ടെർണർ സിൻഡ്രോം. 44 പ്ലസ് ട്രിപ്ലക്സ്, അത് ആ പേര് തന്നെ ട്രിപ്ലക്സ് സിൻഡ്രോം. 44 പ്ലസ് 2x 1y ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. 44 പ്ലസ് എക്സ് 2y, അത് ആ പേര് തന്നെയാണ് XYY സിൻഡ്രോം. ഓക്കെ, അപ്പോ 21ാമത്തെ ഓട്ടോസോമിന്റെ കോപ്പി വന്നാൽ വരുന്ന അസുഖം ഏതാണ്? ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം. ഓക്കെ, പിന്നെന്താ നമ്മൾ പറയും? ജീനുകളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ സ്വഭാവ സവിശേഷത, DNA നമ്മുടെ സ്വഭാവ സവിശേഷത കൊടുക്കുന്ന ഒരു ഭാഗം, ഒരു സെഗ്മെന്റ് ആണ് എന്ത്? നമ്മുടെ ജീൻസ് എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ RNAയുടെ കാര്യം നമ്മളിപ്പോ പറഞ്ഞിരുന്നു. പിന്നെ പ്രോട്ടീൻ നിർമ്മാണം, അതിൽ ഏതൊക്കെ സ്റ്റെപ്പുകളുണ്ട്? ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പിന്നെന്തായിരുന്നു? റെപ്ലിക്കേഷൻ. അപ്പോ ട്രാൻസ്ക്രിപ്ഷനിൽ എന്തുവായിരുന്നു സംഭവിക്കുന്നത്? മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ RNA, മെസ്സേജ് അതിനകത്താ ഉള്ളത്, എങ്ങനെയാ പ്രോട്ടീൻ നിർമ്മിക്കേണ്ടതെന്ന്. പിന്നെന്താണ് ട്രാൻസ്ലേഷന്? അതിനകത്ത് എന്തുവായിരുന്നു? tRNA വരുന്നത്. അതായത് പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായത് എന്താ? അമിനോ ആസിഡാ. ഈ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നത് എങ്ങോട്ട് കൊണ്ടുവരിക? റൈബോസോമില്. റൈബോസോമാ പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് റൈബോസോമിൽ എത്തിക്കുന്ന ആരാ? tRNA. അപ്പൊ റൈബോസോമില് ആരായി വർക്ക് ചെയ്യുന്നത്? റൈബോസോമൽ RNA. ഓക്കെ, അപ്പൊ 3 RNA ഉണ്ട്. ശരി, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുവാ പറഞ്ഞ? ഹെറിഡിറ്റി പറഞ്ഞ, അല്ലെ? പാരമ്പര്യം. പിന്നെ വേരിയേഷൻസ് പറഞ്ഞു, എന്തുവാ? സവിശേഷതകള്, സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ. പിന്നെന്തോ നമ്മൾ പറഞ്ഞു? ഹെറിഡിറ്റി ആണ്, അല്ലെ? ഹെറിഡിറ്റി പറഞ്ഞു, വേരിയേഷൻസ് പറഞ്ഞു, ഗ്രിഗർ മെൻഡലിന്റെ പരീക്ഷണങ്ങൾ പറഞ്ഞു, അല്ലെ? അതില് ഒരേ സ്വഭാവം, ഈ സ്വഭാവത്തിനെ ഒരെണ്ണം താഴ്ത്തി വെച്ചേക്കുവാണെങ്കിൽ ആ ട്രൈറ്റിനെ എന്ത് പറയും? റെസസീവ് ട്രൈറ്റ്. മറ്റേ പ്രകടമാവുന്ന ട്രൈറ്റോ? ഡോമിനന്റ്, പ്രകട ഗുണം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തുവായിരുന്നു? മെന്റലിന്റെ അനുമാനങ്ങൾ, അല്ലീൽസിനെ കുറിച്ച് പറഞ്ഞല്ലേ? ഒരു സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്ന 2 ഘടകങ്ങളാണ് അല്ലീല്. അതായത് ഉയരത്തിന്റെ കാര്യം പറഞ്ഞാൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഓക്കെ, പിന്നെന്തുവായിരുന്നു നമ്മൾ പറഞ്ഞ? നോൺ മെന്റേറിയൻ ഇൻഹെറിറ്റൻസിന്റെ കാര്യം പറഞ്ഞു. ഈ കോഡോമിനൻസ് വരുന്ന കന്നുകാലികളായിരുന്നു എക്സാമ്പിളെ. 2 അല്ലീലിന്റെയും ലക്ഷണങ്ങൾ കാണിക്കും. പിന്നെ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, വെള്ളപ്പൂവും ചുവന്ന പൂവും കൂടെ ക്രോസ് ആയപ്പോ, ആ ചെടികൾ ക്രോസ് ആയപ്പോ എന്തുകൊണ്ടായി? പിങ്ക് പൂക്കള്. പിന്നെ മനുഷ്യന്റെ രക്തഗ്രൂപ്പ് എന്തുവാ? മൾട്ടിപ്പിൾ അല്ലീലിസത്തിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ പോളിജീനിക് ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ ത്വക്കിന്റെ നിറം, സ്കിന്നിന്റെ നിറം. പിന്നെന്തോരം നമ്മൾ പറഞ്ഞു? ക്രോസിംഗ് ഓവർ പറഞ്ഞായിരുന്നു, അല്ലെ? ക്രോസിംഗ് ഓവർ വഴിയാണ് എന്ത്? ഈ നമ്മുടെ ജീനുകള് അല്ലെങ്കിൽ 2 ക്രോമസോമുകള്, മാതാവിന്റെയും പിതാവിന്റെയും ഭാഗത്തു നിന്ന് വരുന്ന ക്രോമസോമുകൾ തമ്മിൽ കമ്പൈൻ ആയിട്ട് നമ്മുടെ ക്രോമസോമായിട്ട് മാറുന്ന പ്രക്രിയ, ഊനഭംഗം. പിന്നെ നമ്മൾ മ്യൂട്ടേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, അല്ലെ? പെട്ടെന്നുണ്ടാകുന്ന മാറ്റം. ഏതൊക്കെ കാരണമാണ്? കെമിക്കൽസും റേഡിയേഷൻസും കാരണം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ, അല്ലെ? ഈ ചാപ്റ്റർ ഓക്കെ ആയല്ലോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പ്രീവിയസ് ഒക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോ എല്ലാവരും. ശരി, എന്നാ ശരി. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ശരി.